കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 6 ദിവസങ്ങൾക്ക് ശേഷം കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ തീർത്ഥാടകർ 1 ലക്ഷത്തിലേറെ പേർ ഇക്കുറി എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അത് ഏകോപിപ്പിക്കുന്നത് പോലീസ് സംവിധാനമാണ്. സന്നിധാനം സെക്ഷൻ ഓഫീസർ ശ്രീ കെ ബൈജു നമ്മോടൊപ്പമുണ്ട്. സർ, ഏതു തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയത്? കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ തീരുമാനം തന്നെയാണ്. ദേവസ്വം ബോർഡും പോലീസും കൂടി ആലോചിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നാണ് പറയാനുള്ളത്. കാരണം ഈ സ്വാമിമാരുടെ ഒരു ഒഴുക്കിനെതിരായിട്ട് വന്ന ആളുകൾ കയറി തൊഴുന്ന ഒരു സ്വഭാവം നേരത്തെ അതുണ്ടായിരുന്നു. അത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ കഴിയും. പരമാവധിയല്ല, മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന തീരുമാനമാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒഴുക്കിനെതിരെ വരുമ്പോൾ സാധാരണ സ്വാമിമാർ വരുന്ന ഒഴുക്ക് തടയപ്പെടും. അപ്പോൾ അവർ പിന്നെ ക്യൂവിലുള്ള ആളുകൾ സമയം കൂടുതൽ നിൽക്കേണ്ടി വരുന്നു. ഇപ്പൊ അത് മാറി. അപ്പൊ ആ ഒരു സോപാനം തൊഴുതു പോകുന്ന ആ രീതിക്ക് എതിരായിട്ട് ആരും കയറുന്നില്ല. ആരെങ്കിലും സ്പെഷ്യലായിട്ട് ദർശനം വേണ്ട ആളുകൾക്ക് സ്പെഷ്യൽ ക്യൂ കൊടുത്തിട്ടുണ്ട്. ആ ക്യൂ വഴി സാധാരണ സ്വാമിമാർ പോകുന്ന അവരോടൊപ്പം തന്നെ പോയി തൊഴാനേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വാമിമാർക്ക് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഇല്ലാത്തത്. എവിടെയും തടസ്സമില്ലാത്ത ഒരു സംവിധാനം അല്ലേ? അത്തരത്തിലുള്ള ഒരു ഫ്ലോ അല്ലേ പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ഫ്ലോ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് സമാധാനമായിട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ 18-ാം പടി ആയിക്കിട്ട് അവിടെയുള്ള ആളുകളുടെ ഡ്യൂട്ടി സമയം കുറച്ചു. കഴിവതും അവരുടെ പരമാവധി ശ്രമം കൊണ്ട് ഒത്തിരി ആളുകളെ മിനിറ്റിൽ 80 ആളുകളെ കയറ്റണം. 80 എല്ലാ സമയത്തും കയറില്ല. കാരണം പ്രായമുള്ള ആളുകളുണ്ട്, മണികണ്ഠ സ്വാമികളുണ്ട്, ഫിസിക്കൽ എയിൽമെന്റ്സിന്റെ ആളുകളുണ്ട്. അവർ വരുമ്പോൾ 80 നമുക്ക് തികയാൻ കഴിയില്ല. എന്നിരുന്നാലും 70 താഴത്തേക്ക് പോകാതെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഈ വർഷത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ 6 ദിവസത്തിനകത്ത് തന്നെ 3.5 ലക്ഷം ആളുകൾ കഴിഞ്ഞു ദർശനം കിട്ടിയ ആളുകൾ. അപ്പൊ അതൊരു ഗുണമാണ്. ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവർ പരസ്പരം സ്വാമിമാർ പറഞ്ഞറിയും. അപ്പൊ ആളുകൾ കൂടുതൽ വരാനുള്ള താല്പര്യമുണ്ട്. കാരണം ഇവിടെ കഷ്ടതയില്ല, നമുക്ക് സുദർശനം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം തിരക്ക് വരുന്നത്. അവർക്ക് സുഖമായിട്ട് ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്നുണ്ട്. ഈ 18-ാം പടിയിലെ പോലീസിന്റെ സംവിധാനത്തിൽ ചെറിയ മാറ്റം വരുത്തില്ല. അതായത് 15 മിനിറ്റാക്കി കുറച്ചു അവരുടെ ഡ്യൂട്ടി സമയം. അത് ഗുണപ്രദമായിരുന്നു അല്ലേ? ഗുണപ്രദമാണെന്നാണ് നമ്മളുടെ ഈ ഒരു 4 ദിവസത്തിനുള്ള ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പരിചയസമ്പന്നരായ ആളുകളില്ലെന്നൊരു പരാതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരം ഓഫീസർമാരെ കൂടുതൽ ഉൾപ്പെടുത്തിയാണോ സംവിധാനങ്ങൾ ഒരുക്കിയത്? പരിചയസമ്പന്നത എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ ഞാൻ തന്നെ നേരത്തെ ജോലിയെടുത്ത ആളാണ്. മറ്റുള്ള ഓഫീസർമാരാണ് ജോലിയെടുത്ത ആളുകളുണ്ട്. പിന്നെ നമ്മൾ 18-ാം പടിയിലുള്ള ആളുകള് ഈ യങ്സ്റ്റേഴ്സാണ്, ചെറുപ്പക്കാരായിട്ടുള്ള തുടക്കത്തിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കായികമായിട്ടുള്ള ക്ഷമത കൂടുതലായിരിക്കും. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 18-ാം പടിയിൽ അവർ കായികമായ ബലം കൂടുതലുള്ള ആളുകൾ ശരിക്കും അവർക്ക് കഷ്ടത വന്നാൽ അവർക്ക് ആളുകളെ സഹായിക്കാൻ കഴിയും. അത് മാത്രമേ ഉള്ളൂ. പരിചയസമ്പന്നത അവർക്കും ഉണ്ട്. നേരത്തെ ജോലി ചെയ്ത ആളുകളുണ്ട്. അവരോടൊപ്പം പുതിയ ആളുകളെ കൂടി ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും കൂടുതൽ പരിഗണന നൽകണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നല്ലോ ഈ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാർക്കടക്കം. അപ്പോൾ അതവരെങ്ങനെയാണ് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ 80-85 എന്ന് പറയുന്നൊരു അനുപാതം തെറ്റിപ്പോകില്ലേ? തെറ്റിപ്പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലായ്പ്പോഴും ആ കണക്കിലെ പുറയിലല്ല. കാരണം ഇവിടെ വരുന്ന എല്ലാ സ്വാമിമാരും സമാധാനപരമായിട്ട് 18 പടിയും തൊഴുത് വേണം കയറാൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് വരുന്നത്. കൂട്ടം വരുമ്പോൾ നമുക്കത് പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിമിതി അല്ലെങ്കിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡയറക്ഷൻ തന്നെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ സ്റ്റെറിൽ ഏരിയയ്ക്ക് അവർക്ക് കൊടുക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. പുതുതായ കാര്യങ്ങളല്ല, പഴയ കാര്യങ്ങൾ തന്നെ വളരെ കർക്കശത്തോടെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പുതിയ കാര്യങ്ങളല്ല, പഴയ കാര്യങ്ങൾ തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലുള്ള തീർത്ഥാടകരാണ് വരുന്നത്. അവര് പലരുമായിട്ട് പല ദിവസങ്ങളായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോഴൊക്കെ അവർ പോലീസിനെ വളരെ കാര്യമായി പുകഴ്ത്തി പറയുന്നുണ്ട്. ഇത്തവണ കഴിഞ്ഞ വർഷം ഉള്ള അനുഭവമല്ല, ഇക്കുറി ഭയങ്കര വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ മല കയറുന്നത് എന്നെല്ലാമാണ് എല്ലാ ഭാഷക്കാരും പറയുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടാകും. തീർച്ചയായിട്ടും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല. സ്വാമിമാർ തന്നെയാണ് നമ്മളുടെ പ്രവർത്തികളിൽ അസസ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള ആളുകൾ അല്ല ഇപ്പോഴുള്ള ആളുകൾ എല്ലാം പോലീസാണ്. പിന്നെ പോലീസിന് മാത്രം പ്രത്യേക ഒരു കഴിവല്ല. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ദേവസ്വം ബോർഡിന്റെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മീഡിയ, എല്ലാ ആളുകളും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒത്തൊരുമിച്ച് ഒരു സഹകരണത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം, പോലീസിന് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എല്ലാ ആളുകളുടെയും സഹകരണം കൊണ്ടാണ് ഈ ഒരു നല്ല സ്വദർശനം നടത്തി പോകാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ 18-ാം പടിയിലുള്ള ഒരു ഫ്ലോ സന്നിധാനത്തിന് സോപാനത്തിന് മുമ്പിലും
അത് പാലിക്കാൻ സാധിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഈ ഇത്രയും സുഗമമായൊരു തീർത്ഥാടനം സാധ്യമാവുന്നു. അതായത് സോപാനത്തിന് മുമ്പിൽ സെക്യൂരിറ്റി ഓഫീസർമാരാണല്ലോ, ദേവസ്വത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർമാരാണല്ലോ. ഇത് തമ്മിലുള്ള ഒരു ഏകോപനം എങ്ങനെയാണ്? അല്ല, ഇപ്പോഴും അവർ തന്നെയാണ് ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ജോലി ചെയ്യേണ്ടത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് താഴെയുള്ള ആളുകൾ പോലും ഒരു പോളിസി മാറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അപ്പൊ മുകളിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു പോളിസി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ ജോലിയെടുക്കുന്ന ആളുകളിലേക്ക് ആ സന്ദേശം എത്തണം. അത് ഇപ്രാവശ്യം എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡിലെ ആളുകളായിക്കോട്ടെ, പോലീസ് കോൺസ്റ്റബിൾസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നിരന്തരം പറഞ്ഞ് അവരെ അതിന്റെ ഒരു ആശയം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. വളരെ ഏറ്റവും സുഗമമായൊരു ദർശനം സാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കർത്തവ്യം. അത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി മറ്റു വകുപ്പുകളുമായി ചേർന്നാണ് സാധ്യമാകുന്നത്. അല്ലാതെ പോലീസിന് ഒറ്റയ്ക്ക് ഒന്നും സാധ്യമാകില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ സെക്ഷൻ ഓഫീസർ KV ബൈജു പറഞ്ഞത്.